ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. പോസിറ്റീവായിട്ടിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷമായിരിക്കാം റീഡിംഗ്. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ ഓർക്കുക. അപ്പോഴേക്കും ഞാൻ കാർഡ് ഷഫിൾ ചെയ്യാം. ആദ്യമേ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഞാൻ നോക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് ഒരു കൺഫ്യൂഷനുണ്ട്. അതായത് ആ ഒരു വ്യക്തിക്ക് രണ്ട് ഓപ്ഷൻസ് ഉള്ളതായിട്ട് കാണുന്നു. നമ്മളിവിടെ തേർഡ് പാർട്ടി റീഡിംഗ് ആണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരിക്കാം. അപ്പം ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് കാണുന്നത്. പക്ഷേ അവർ ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ വളരെയധികം പെയിൻ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ആ ഒരു വ്യക്തി വളരെയധികം വിശ്വസിച്ച് പോയ, അതായത് നിങ്ങളെക്കാൾ വാല്യുബിളായിട്ട് കരുതി വിശ്വസിച്ച് പോയ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഒരു ചതി നേരിട്ടതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ആ ഒരു പേഴ്സൺ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ ഒരു വ്യക്തിക്ക് ഒരു ചതി നേരിട്ടതായിട്ട് കാണുന്നു. അതായത് വളരെയധികം വിശ്വസിച്ച് പോയതായിരിക്കാം, പക്ഷെ അവിടെ ചെന്നപ്പോഴായിരിക്കാം തനിക്ക് പറ്റിയ ഒരു സ്ഥലമല്ലായിരുന്നു എന്ന് ആ ഒരു പേഴ്സൺ ഒരു ബോധ്യം വന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ഡിസിഷൻ എടുത്തതായിട്ടാണ് കാണുന്നത്. അതായത് ആ ഒരു വ്യക്തിയുടെ ലൈഫിന് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി ഡിസിഷൻ എടുത്തതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെയെല്ലാം നേരിടാം എന്നുള്ളൊരു പവർ വന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ ഒരു ആക്ഷൻ എടുത്ത്, അതായത് ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാം എന്നുള്ള കാര്യമാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തീരുമാനിച്ചേക്കുന്നത്. ആരൊക്കെ എതിർത്തോട്ടെ, എൻ്റെ തീരുമാനവുമായി ഞാൻ മുന്നോട്ട് പോവുകയാണ് എന്നുള്ള ഒരു എനർജിയിൽ നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്ന് നോക്കാം. തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ, അതായത് ആ ഒരു വ്യക്തിയുടെ സമയവും സ്നേഹവും, അതായത് ആ ഒരു വ്യക്തിയുടെ സമയവും സ്നേഹവും എല്ലാം തന്നെ തേർഡ് പാർട്ടിക്ക് കൊടുത്തായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയത്. അതുകൂടാതെ ഇവർ തമ്മിൽ സാമ്പത്തികമായ ഇടപാടുകൾ ഉണ്ടായിരിക്കാം. അപ്പം ആ ഒരു വ്യക്തി നിങ്ങളെ പരിഗണിക്കാതെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയി. അതിൻ്റെ ഒരു കർമ്മയാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൺ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ എനർജി എല്ലാം ലോസ് ആയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് അവർ ജീവിതത്തിൽ അനുഭവിക്കാവുന്നതെല്ലാം അനുഭവിച്ച് കഴിഞ്ഞു ഇതിനോടകം. ഇപ്പം വളരെയധികം സഫർ ചെയ്താണ് ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാസ്റ്റിൻ്റെ മിസ്റ്റേക്കുകൾ, അതായത് നിങ്ങളോട് ചെയ്ത ആ ഒരു മിസ്റ്റേക്കുകൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നിങ്ങളെ ഇപ്പോൾ ആ ഒരു വ്യക്തി വളരെ വാല്യുബിളായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ അരികിലേക്ക് എത്രയും വേഗം വരണം എന്നുള്ളത് ചിന്തിക്കുന്നു. അതായത് ഞാൻ തോൽക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു തോട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി സക്സസ്സിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിനെല്ലാം ഒരു ചേഞ്ച് വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. കാരണം ആ ഒരു വ്യക്തി വളരെയധികം പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനാണ്. തേർഡ് പാർട്ടി ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നൊരു ചതി നേരിട്ടതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഒരുപാട് ഫിനാൻഷ്യൽ ലോസും ഉണ്ടായിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സണ്. തേർഡ് പാർട്ടി അവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഈ ഒരു പേഴ്സൺ അനുഭവിക്കാവുന്നതിൻ്റെ എല്ലാം അനുഭവിച്ച് കഴിഞ്ഞതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻസ് നോക്കാം.
അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയുടെ നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരിച്ചു പിടിക്കാനായിട്ടുള്ള ആ ഒരു ആവേശത്തിലാണ് നിങ്ങളുടെ വ്യക്തി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു നിങ്ങളുടെ പേഴ്സൺ. അല്ലെങ്കിൽ നിങ്ങളെയും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കാം. എന്തായാലും ഈ ഒരു വ്യക്തി നിൽക്കുന്ന സിറ്റുവേഷനിൽ വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വ്യക്തിയുടെ ഊർജ്ജമെല്ലാം നഷ്ടപ്പെട്ടു. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കാം. കാരണം ഒരുപാട് അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. എന്തായാലും ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടൊരു പുതിയ ജീവിതം തുടങ്ങുന്നതിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാർഡാണ് കേട്ടോ. അതുകൊണ്ട് തേർഡ് പാർട്ടിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ അരികിലേക്ക് തിരികെ എത്തണം. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം തുടങ്ങണം, അല്ലെ പഴയതെല്ലാം അവിടെ വിട്ട് പുതിയൊരു തുടക്കം തുടങ്ങണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നിങ്ങളുടെ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. അതായത് ഈ ഒരു വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ജീവിതം. പക്ഷേ അവർ ഈ ഒരു സമയം ഒരു പുതിയ തുടക്കമാണ് ആഗ്രഹിക്കുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരികെ വന്നു കഴിഞ്ഞാൽ, കാരണം പഴയ കാര്യങ്ങളൊന്നും നിങ്ങൾ അതായത് പുതിയൊരു ജീവിതത്തിലേക്ക് എടുത്തിടാതിരിക്കുക. കാരണം നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട്, അതായത് അവരുടെ തെറ്റുകളെല്ലാം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു പുതിയ തുടക്കമാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ തുടക്കത്തിൽ പഴയ കാര്യങ്ങളൊന്നും നിങ്ങൾ എടുത്തിടാതിരിക്കുക. ഇവിടെ ആ ഒരു പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ ആ ഒരു വ്യക്തി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ലൈഫിന് ഒരു സ്റ്റെബിലിറ്റി തരാൻ വേണ്ടിയിട്ടാണ് ഇനിയും വരാൻ പോകുന്നത്. ആ ഒരു റിലേഷൻഷിപ്പിൽ ഇനിയും ഒരു ഗ്രോത്ത് കൊണ്ടുവരണം, അല്ലെങ്കിൽ അതിൻ്റെ അടിത്തറ ഇനിയും ശക്തിപ്പെടുത്തണം എന്നുള്ള രീതിയിൽ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുമായിട്ടുള്ള ഫ്യൂച്ചർ നോക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിന് ഒരു സ്റ്റെബിലിറ്റി തന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണമെന്ന്, അതായത് ഈ ഒരു വ്യക്തി തിരികെ വരുന്ന ഒരു എനർജിയാണ്. ഇത് ചാരിയറ്റ് എന്ന് പറയുന്നത് എവിടെയാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവസാനിച്ചത് അവിടെ തന്നെ ആ ഒരു വ്യക്തി തിരിച്ചു വരണമെന്ന് വളരെയധികം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതാണ് ചാരിയറ്റ് പറയുന്നത്. അതായത് ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റിൻ്റെ കാർഡാണിത്. നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി തിരിച്ച് നിങ്ങളുടെ അരികിലേക്ക് തന്നെ വരുന്നതാണ്. അതായത് നിങ്ങളുടെ ലൈഫിന് ഒരു സ്റ്റെബിലിറ്റി തരാനും, അതായത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് നൽകാനും വേണ്ടിയിട്ട്. എന്തായാലും തേർഡ് പാർട്ടിയിൽ നിന്ന് ഒരു ചതി നേരിട്ടതായിട്ടാണ് കാണുന്നത്. എന്തായാലും നമുക്കിവിടെ 2-3 ദിവസമായിട്ട് വരുന്ന എനർജിയിൽ ഈ ഒരു എനർജിയാണ് കിട്ടുന്നത്. ആ ഒരു വ്യക്തിയുടെ സോൾ മെസ്സേജ് ഇന്നലത്തെ റീഡിങ്ങിൽ എടുത്തപ്പോഴും ആ ഒരു വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്, എനിക്കൊരു ചതി നേരിട്ടു, ഞാൻ വിശ്വസിച്ചതുപോലെ ഒന്നും അല്ലായിരുന്നു കാര്യങ്ങൾ എന്നായിരുന്നു ഇന്നലത്തെ റീഡിങ്ങിൽ നമുക്ക് കിട്ടിയത്. അതാണ് ഞാൻ ഇന്നൊരു തേർഡ് പാർട്ടി റീഡിങ് ചെയ്യാമെന്ന് വെച്ചത്, അപ്പം ഡീറ്റെയിൽ ആയിട്ട് ചെയ്തത്. അപ്പോൾ അതിൽ ആ ഒരു വ്യക്തി പറയുന്നുണ്ട്, എന്തായാലും ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഒരു ചതി നേരിട്ടതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെയധികം വിശ്വസിച്ച് പോയതായിരിക്കാം, പക്ഷേ അവിടെ ചെന്നപ്പോഴായിരിക്കാം തേർഡ് പാർട്ടിയുടെ തനി നിറം എന്താണെന്ന് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങളുടെ അരികിലേക്ക് വളരെ വേഗം എത്തണം എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. ഇനിയും നിങ്ങളുടെ പേഴ്സൺ എന്താണ് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് നോക്കാം. അവരുടെ സോൾ മെസ്സേജ്. യെസ്, ഏസ് ഓഫ് പെൻറ്റക്കിളാണ്. വേണ്ട, നിങ്ങൾ കണ്ടല്ലോ, നമുക്കിതിൻ്റെ ബോട്ടം എനർജിയും ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടിയത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനുള്ളതും ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. അതുകൊണ്ട് ഇവിടെ ഫുൾ കാർഡും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ റീഡിങ്ങിലും ഫുൾ കാർഡ് കിട്ടിയിരുന്നു. ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനിയും വരാൻ പോകുന്നത്. അതായത് പഴയതെല്ലാം അവിടെ വിട്ട് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം. അതാണ് ഞാൻ നിങ്ങളോട് മുമ്പേ ഒരു ഗൈഡൻസ് തന്നത്. എന്തായാലും നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു പേഴ്സൺ തിരികെ വരുന്നതാണ്. അപ്പം വളരെയധികം സ്നേഹത്തോടു കൂടി വേണം നിങ്ങൾ ആ ഒരു പേഴ്സണെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പഴയ കാര്യങ്ങളെല്ലാം വെച്ച് ആ ഒരു പേഴ്സൻ്റെ അടുക്ക വഴക്കിടാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ വന്ന വഴിക്ക് പോകാനായിട്ടാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്,
ഒരു പുതിയ തുടക്കം. അതുകൊണ്ട് തന്നെ ഒരു ആക്ഷൻ എടുത്ത്, ഇതൊരു ഫയർ എനർജിയാണ് കേട്ടോ. അതായത് നിങ്ങളോട് വളരെയധികം പാഷൻ തോന്നുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ഒരു അട്രാക്ഷനും ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളോട് ഇപ്പോൾ ഈ ഒരു സമയം. നിങ്ങളെ പറ്റിയിട്ട് ഡ്രീം ചെയ്യുകയാണ്. അതായത് വളരെയധികം ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളുടെ അരികിലേക്ക് എത്രയും പെട്ടെന്ന് വരുന്നതിനെ പറ്റിയിട്ടാണ് നിങ്ങളുടെ പേഴ്സണിന് പറയാനുള്ളത്. നമുക്കൊരു കാർഡൂടെ നമുക്ക് നോക്കാം അവരുടെ. കാരണം അവർ നിൽക്കുന്ന സാഹചര്യം അത്ര ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, നീ ഇല്ലെങ്കിൽ എൻ്റെ ലൈഫ് കംപ്ലീറ്റ് ആകുകയില്ല. നീ ആയിരുന്നു എനിക്ക് ലൈഫിനൊരു പൂർണ്ണത നൽകുന്നത്. എനിക്ക് ഏതൊക്കെ സിറ്റുവേഷനിൽ പോയാലും നിൻ്റെ അടുത്തുള്ള ഒരു സന്തോഷം എനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. കാരണം നിങ്ങളെ അവരുടെ ലോകമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. കാരണം ആ ഒരു വ്യക്തി ചതി നേരിട്ടത് കൊണ്ട് തന്നെ ഇനി എന്ത് വിട്ടുവീഴ്ചയ്ക്കും ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ തയ്യാറാണ്. അതാണ് കാണുന്നത്. ഇനി യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരുന്നതെന്നും കൂടി നോക്കാം. യൂണിവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് കൊടുക്കാനുള്ളത്? യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. യെസ്. യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സിന് കൊടുക്കാനുള്ളത്? ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ സോൾമേറ്റാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക ആദ്യമേ തന്നെ. അതായത് നിങ്ങൾക്ക് ഇവരുമായിട്ടൊരു സോൾ കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതായത് ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പിടച്ചിൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിൽക്കുന്ന സിറ്റുവേഷനിൽ എന്തൊക്കെ സാഹചര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് മനസ്സുകൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കാം. അല്ലെ ആ ഒരു വ്യക്തിക്ക് ഒരു വേദന ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളത് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്തൊക്കെയാണേലും ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഒരു സ്പിരിച്വൽ യൂണിയനാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. ഈ സമയം നിങ്ങളുടെ മനസ്സിൻ്റെ പേടികൾ, കൺഫ്യൂഷൻസ്, അതായത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസ് എല്ലാം മാറ്റേണ്ടത് അത്യാവശ്യമാണ്. അതായത് ദി മൂൺ കാർഡ് പറയുന്നത് മനസ്സിൻ്റെ ആ ഒരു ചഞ്ചലപ്പെടുന്ന ഒരു മനസ്ഥിതിയാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് വരും, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരും എന്നൊക്കെയുള്ളത് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു തോട്ട്സിലേക്ക് പോകും. അതായത് ഇനിയും പേഴ്സൺ വരില്ല എന്നുള്ള ഒരു തോട്ട്സിലേക്ക് നിങ്ങൾ പോകും. അപ്പോൾ ആ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഇങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ, അതായത് നിങ്ങളുടെ മൈൻഡിൻ്റെ ആ ഒരു കൺഫ്യൂഷനും പേടിയും എല്ലാം മുന്നോട്ട് പോകാനുള്ള ഭയവും എല്ലാം ഈ ഒരു സമയം ഒഴിവാക്കുക. നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു പോസിറ്റീവ് ചേഞ്ചാണ്. ദി വീൽ ഓഫ് ഫോർച്യൂൺ ആണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ അനുഭവിച്ചതെല്ലാം നിങ്ങൾക്കൊരു കർമ്മയായിരുന്നു. അല്ലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അനുഭവിച്ചത് ഒരു സൈക്കിളിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു കർമ്മയായിരുന്നു. ദി വീൽ ഓഫ് ഫോർച്യൂൺ, സമയം മാറുകയാണ്. കാലചക്രം നിങ്ങൾക്ക് അനുകൂലമാവുകയാണ്. അല്ലെങ്കിൽ സമയം നിങ്ങൾക്ക് അനുകൂലമാവുകയാണ്. എന്നും നമുക്ക് എല്ലാവർക്കും സങ്കടങ്ങൾ മാത്രമാവുകയില്ല, സന്തോഷിക്കാനും കൂടെ ഉള്ളൊരു അവസരം ദൈവം തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്കിവിടെ സങ്കടപ്പെടേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യമില്ല. ഈ ഒരു റീഡിങ്ങിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കാം, ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഒരു പുതിയ തുടക്കമാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അരികിലേക്ക് വരണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചർ എനർജി ഞാൻ നോക്കിയപ്പോഴും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് വരുന്നതാണ്. അപ്പോൾ വരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു പേഴ്സൺ വരുന്ന സമയത്ത് ആ ഒരു പേഴ്സണെ വളരെയധികം സ്നേഹത്തോട് കൂടിയിട്ട് വേണം സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ക്ലൂസ് കൂടി നോക്കാം. ഫോട്ടോഗ്രാഫി, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്, ഉത്രട്ടാതി നക്ഷത്രം, ബേക്കർ, കളേർഡ് ഹെയർ, ജൂലൈ 11, 1984, മിഥുനം, അബുദാബി 25, 1989, ബ്ലൂ കളർ നമ്പർ 41, 1992, തൃക്കേട്ട 1981, 1999, അശ്വതി നക്ഷത്രം 1 വീക്ക്, പുണർദം, സോങ്സ് 36,
സോഷ്യൽ മീഡിയ 34/2019 കോഴിക്കോട്. ടുഡേ ഈ ഒരു പേഴ്സൺ ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമായിരിക്കാം. ബട്ടർഫ്ലൈസ് മകരം 1980 ഷോർട്ട് ഹെയർ കൊല്ലം ഡിസ്ട്രിക്ട് 26 ഗാർഡനിങ് നമ്പർ 4 അക്കൗണ്ടൻറ്റ് ഏപ്രിൽ ഹെൽത്ത് ഇഷ്യൂസ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഈ ഒരു പേഴ്സൺ എന്തൊക്കെയോ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നു. 1997 മെയ് മന്ത് മാർച്ച് മന്ത് മൂവീസ് ക്രിക്കറ്റ് മകയിരം യെസ് പോസിബിൾ ടുമോറോ ലോങ് നെയിൽ പൂരുരുട്ടാതി തിരുവാതിര നക്ഷത്രം 1982 യെല്ലോ കളർ തുലാം കുംഭം മജന്ത കളർ നമ്പർ 7 നമ്പർ 13 ചതയ നക്ഷത്രം വിശാഖം നക്ഷത്രം ലോങ് ഹെയർ 1977 1995 പെയിൻറ്റിങ് കണ്ണൂർ 1993 1986 തൃശ്ശൂർ മെറൂൺ ലെറ്റർ W നമ്പർ 6 1991 നമ്പർ 19 മൂലം നക്ഷത്രം 21 ട്വിൻ ഫ്ലെയിം കണക്ഷൻ നമ്പർ 40 മകം നക്ഷത്രം നമ്പർ 29 മ്യൂസിക് 37 നവംബർ മന്ത് നമ്പർ 51 നമ്പർ 12 49 അനിഴം അത്ത നക്ഷത്രം ദുബായ് ഇമോഷണൽ യു ക്യാൻ ട്രസ്റ്റ് ലെറ്റർ F 23. ഇന്ന് എനിക്ക് എത്രയും ക്ലൂസ് എടുക്കാൻ തോന്നി, എന്താണെന്നറിയില്ല, ഇവിടെ വന്നിരിക്കുന്ന എനർജിയുടെ കൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ് 100% ഷുവറാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പേഴ്സൺ തിരികെ വന്നു കഴിഞ്ഞാൽ ആ ഒരു പേഴ്സണോട് വളരെയധികം സ്നേഹത്തോടു കൂടിയിട്ട് വേണം നിൽക്കാൻ വേണ്ടിയിട്ട്.